എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഈ പുരുഷ ഹോർമോൺ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല എനർജി കിട്ടും. അതാണ് ബേസിക്കായുള്ള ഒരു കാര്യം. നല്ല സെക്സ് ഡ്രൈവ്, നല്ല എനർജി, ഇത് രണ്ടും ഇതിൻ്റെ മുഖമുദ്രയാണ്. ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ളത് ഈ നമ്മുടെ എനർജി കൂടുക എന്ന് പറഞ്ഞാൽ നമ്മളൊരു ദിവസത്തിൽ മൊത്തം നമുക്ക് ഉന്മേഷം ഉണ്ടാവും. എന്ത് പണി ചെയ്യാനും എന്തൊരു വർക്ക് ചെയ്യാനും നമുക്ക് നല്ല ഉന്മേഷമായിരിക്കും. നല്ല ഒരു കായികപരമായിട്ടും മാനസികമായിട്ടും ഇമോഷണലി എല്ലാം നമ്മൾ ഭയങ്കര അധികം മോട്ടിവേറ്റഡ് ആയിരിക്കും. ഈ മോട്ടിവേഷൻ കിട്ടുന്നത് ഈ ഹൈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ ഗുണം കൊണ്ടാണ്. നമ്മൾ രാവിലെ എണീക്കുമ്പോൾ നല്ല രീതിയിലുള്ള നമ്മുടെ ഡിക്ക് നല്ല സ്റ്റീലായിട്ടിരിക്കും. അതുപോലെ തന്നെ നമുക്ക് രാവിലത്തെ നല്ല സെക്ഷൽ ഡിസയർ ഉണ്ടാവും. അതുപോലെ നമുക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ഒരുപാട് ഫീലിങ്സ് ഉണ്ടാവും. നമ്മുടെ ശബ്ദത്തിന് നല്ല കട്ടി ഉണ്ടാവും. രാവിലെ എണീക്കുമ്പോൾ നമ്മുടെ ശബ്ദത്തിന് നല്ല കട്ടി ഉണ്ടാവില്ലേ? അതിൻ്റെ കാരണം രാവിലെ ടെസ്റ്റോസ്റ്ററോൺ കൂടിയിരിക്കും. പിന്നീട് ഉച്ചയ്ക്കോ വൈകുന്നേരം അങ്ങനെ കുറഞ്ഞു വരും. അപ്പോൾ രാവിലെ നമ്മുടെ ടെസ്റ്റോസ്റ്ററോൺ വളരെ ഹൈ ആയിരിക്കും. ഉയർന്ന ടെസ്റ്റോസ്റ്ററോൺ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് ത്രൂ ഔട്ട് ഡേ മൊത്തം നല്ല എനർജി ആയിരിക്കും. നല്ല രീതിയിൽ സെക്ഷൽ ഡിസയർ ഉണ്ടാവും. നല്ല ലിബിഡോ നമുക്കുണ്ടാവും. അതുപോലെ നമ്മുടെ കോൺഫിഡൻസും ഓവറോൾ കോൺഫിഡൻസ് വളരെ വലിയ രീതിയിൽ വളരും. നമ്മുടെ കോൺഫിഡൻസ് വലിയ രീതിയിൽ വളരും. ആ കോൺഫിഡൻസിനൊപ്പം തന്നെ നമുക്ക് ഗേൾസിനോട് സംസാരിക്കാനും അവരുടെ അടുത്ത് നമുക്ക് കൂടുതൽ ഇൻട്രാക്ട് ചെയ്യാനും അവരെ അട്രാക്ട് ചെയ്യാനൊക്കെ ഹൈ ടെസ്റ്റോസ്റ്ററോൺ ഉള്ള ആളുകൾക്ക് സാധിക്കും. പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ പുരുഷ ഹോർമോണിൻ്റെ കുറവ് കൊണ്ടാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ഇപ്പോൾ ആണുങ്ങൾക്ക് മാൻ ബൂബ്സ് ഉണ്ടാകുന്നുണ്ട്, ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആണുങ്ങൾക്ക് ഒരുപാട് ആൾക്ക് മാൻ ബൂബ്സ് ഉള്ള ആൾക്കാരുണ്ട്. അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ഈ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവാണ്. അതിൽ മനസ്സിലാക്കണം. ഒന്നിനൊരു ഫോക്കസ് ഇല്ലായ്മ, എപ്പോഴും ഉന്മേഷക്കുറവ്, ഇതൊക്കെ ടെസ്റ്റോസ്റ്ററോണിൻ്റെ കുറവാണ്. അത് ഈ അലിൻജോസ് പെരേര, ആറാട്ടണ്ണൻ, ഇവിടെയൊക്കെ അടിസ്ഥാന പ്രശ്നം പറയുമോ? ഇപ്പോൾ ശ്രദ്ധിച്ചാൽ മനസ്സിലായി, ഇവർക്കൊന്നും ഒട്ടും തന്നെ പുരുഷ ഹോർമോണില്ല. അലിൻജോസ് പെരേരയ്ക്കൊന്നും ഒരു രീതിയിലുള്ള പുരുഷ ഹോർമോണും ഇല്ല. അവനൊക്കെ പക്ക ഒരു സോയ് ബോയാണ്. അവൻ്റെയൊക്കെ ശബ്ദം, അവൻ്റെയൊക്കെ സംസാരം, അവൻ്റെയൊക്കെ ശരീരം, അവൻ്റെ മുഖം, ഇതെല്ലാം കണ്ടാൽ മനസ്സിലാവും അവനൊന്നും പുരുഷ ഹോർമോൺ ഏഴായിരത്തൂടെ പോയുള്ളതെന്ന് മനസ്സിലാവും. അലിൻജോസിനെ പോലുള്ള തലമുറയാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല ഡീപ്പായിട്ട് വോയിസ് ഇല്ലാത്ത പുരുഷന്മാർ, അതുപോലെ മാൻ ബൂബ്സ് ഉള്ളവന്മാർ. ഈ അലിൻജോസ് പെരേരയുടെയൊക്കെ ലുക്കിലേക്ക് എത്തി ഇപ്പോൾ പുതിയ തലമുറയിലുള്ള പിള്ളേർ. ഇനിയുള്ള കാര്യം തുറന്നു പറയുകയാണെങ്കിൽ പുരുഷ ഹോർമോൺ ഇൻക്രീസ് ചെയ്യാനായിട്ട് പ്രധാനപ്പെട്ടൊരു കാര്യമാണ് വെയിൽ കൊള്ളുകയെന്ന്. ഞാൻ വെയിൽ കൊണ്ടുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോ കൊണ്ടിരിക്കുന്നത്. ഒരു 3 മണിയുടെ വെയിൽ നിങ്ങൾ ശരീരമൊക്കെ കറക്കും, അത് പറഞ്ഞിട്ട് കാര്യമില്ല, ടാനൊക്കെ വരും. അത് രാവിലത്തെ ഇളം വെയിലും കൊള്ളരുത്, ഒരു മീഡിയം വെയിൽ. നിങ്ങൾക്ക് പൊള്ളലേക്കരുത്, അല്ലാത്ത പക്ഷം അത്യാവശ്യം ചൂടുണ്ടാവണം, അങ്ങനത്തെ വെയിലാണ് കൊള്ളേണ്ടത്. 2 മണിക്കൂർ ഡെയിലി അത്യാവശ്യം ചൂടുള്ള വെയിലുള്ള. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഡെയിലി വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് കഴിക്കുക. 2 മണിക്കൂർ മിതമായ നിരക്കിലുള്ള വെയിലും വൈറ്റമിൻ ഡി സപ്ലിമെൻറ്റും കഴിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പുരുഷ ഹോർമോൺ ഉയരും, നിങ്ങളുടെ എനർജി ഉയരും, നിങ്ങളുടെ സെക്സ് ഡ്രൈവ് ഉയരും, നിങ്ങൾക്ക് നല്ല താടി മീശ ഉണ്ടാവും, നിങ്ങൾക്ക് ആഴത്തിലുള്ള ശബ്ദം ഉണ്ടാവും, നിങ്ങൾക്ക് എല്ലാത്തിനും ഒരു മോട്ടിവേഷൻ, എനർജി ഫുൾ ഞാൻ ഗ്യാരണ്ടി ആയിരുന്നു. നിങ്ങൾ നല്ലൊരു കൂൾ പേഴ്സണാലിറ്റി ആയിട്ട് നിങ്ങൾ മാറിയിരിക്കും. അതിന് ഒരു സംശയം വേണ്ട, നിങ്ങൾ വളരെ കൂളായുള്ളൊരു വ്യക്തിയായി മാറിയിരിക്കും. സിങ്കിൻ്റെ സപ്ലിമെൻ്റ് എടുക്കുകയാണെങ്കിലും നിങ്ങളുടെ പുരുഷ ഹോർമോൺ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. കിടക്കാൻ നേരത്തെ കൊളസ്ട്രോൾ മാക്സിംഗ് എന്നൊരു പരിപാടി ഉണ്ട്. കൊളസ്ട്രോൾ മാക്സിംഗ് എന്ന് പറയും. അതായത് കിടക്കാൻ നേരത്ത് ഏകദേശം ഒരു 3/4 മണിക്കൂർ മുമ്പ് നിങ്ങളൊരു 4-5 കോഴിമുട്ട കഴിക്കുക. കോഴിമുട്ടയിൽ നല്ല രീതിയിൽ കൊളസ്ട്രോൾ ഉണ്ട്. ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ക്രമേണ ഉയർന്നു വരും. അതുപോലെ കിടക്കാൻ നേരത്ത് അരമണിക്കൂർ മുമ്പ് നല്ല റോഹണി, നല്ല ശുദ്ധമായിട്ടുള്ള തേൻ, അത് മറ്റ് ആർട്ടിഫിഷ്യൽ തേനൊന്നും വാങ്ങരുത്, നല്ല കാട്ടുതേൻ തന്നെ വാങ്ങണം. അത് അങ്ങാടി വരുന്ന കടയിലോ അല്ലെങ്കിൽ ആര്യ വൈദ്യശാലയിലൊക്കെ കിട്ടും. അപ്പോൾ ആ സാധനം ഉപയോഗിക്കുക. ഒരു അരമണിക്കൂർ മുമ്പ് 1 ടേബിൾ സ്പൂൺ റോഹണി കഴിക്കുക. റോഹണി കഴിക്കുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ സ്വാഭാവികമായിട്ട് വരും. ഈ കോഴിമുട്ട 4-5 കോഴിമുട്ട കിടക്കുന്നതിന് മുമ്പ് കഴിക്കുന്നതും അതിൻ്റെ ഒപ്പം അരമണിക്കൂർ മുമ്പ് നല്ല റോഹണി കഴിക്കുന്നതും രാത്രി ഒന്ന് കുളിച്ചിട്ട് കയറി കിടന്നു കഴിഞ്ഞാൽ ഈ ഒരു 2 ആഴ്ച നിങ്ങൾ ചെയ്തു നോക്ക്. ഈ പറയുന്ന രാത്രി മുട്ട കഴിക്കുന്ന ശീലവും ഈ തേൻ കഴിക്കുന്ന ശീലവും നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 10-15 ദിവസം കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ രാവിലെ കഴിക്കുമ്പോൾ നിങ്ങളുടെ ഡിക്ക് ഇങ്ങനെ സ്റ്റീലായിട്ട് നിൽക്കും. നിങ്ങളുടെ സെക്ഷൽ ഡിസയർ വർദ്ധിക്കും, ഡ്രൈവ് വർദ്ധിക്കും, എനർജി വർദ്ധിക്കും, നിങ്ങളുടെ ചങ്കൂറ്റം കൂടും, നല്ല താടിയും മീശ വരും, നിങ്ങൾ നല്ല ആണത്തുള്ളവനായി മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ ഡെയിലി ലൈഫിൽ നിന്ന് പ്ലാസ്റ്റിക് ഒഴിവാക്കുക. പ്ലാസ്റ്റിക് ടെസ്റ്റോസ്റ്ററോണിൻ്റെ വില്ലനാണ്, ആണത്തത്തിൻ്റെ വില്ലനാണ്, ആണുങ്ങളുടെ വില്ലനാണ് പ്ലാസ്റ്റിക്. ഇപ്പം ഞാൻ ബ്രഷ് ചെയ്യുന്നത് പ്ലാസ്റ്റിക് ബ്രഷ് ഉപയോഗിച്ചിട്ടല്ല, ഞാൻ ചെയ്യുന്നത് ബാമ്പുവിൻ്റെ ബ്രഷ് ഉപയോഗിച്ചിട്ടാണ്. ഞാൻ സാധാരണ KPCയുടെ പൊടിയാണ് യൂസ് ചെയ്യുന്നത്, പേസ്റ്റ് ഉപയോഗിക്കാറില്ല. പേസ്റ്റിൽ ഫ്ലൂറോയിഡ് ഉണ്ട്. ഫ്ലൂറോയിഡ് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോണിനെ കൊല്ലും, നിങ്ങളുടെ ബീജത്തെ കൊല്ലും. ഫ്ലൂറോയിഡ് പ്ലാസ്റ്റിക് നിങ്ങളുടെ ബീജത്തെ കൊല്ലും.
നിങ്ങളുടെ പുരുഷ ഹോർമോണെ കൊല്ലും. അപ്പോൾ പ്ലാസ്റ്റിക് ഉപയോഗിച്ചിട്ടുള്ള പാത്രങ്ങൾ, കവറുകൾ, അതുപോലെ കുപ്പികൾ, പ്ലാസ്റ്റിക് കുപ്പിയിലെ വെള്ളം കുടി, ഇതൊക്കെ ഒഴിവാക്കണം. നമുക്കറിയാം പ്ലാസ്റ്റിക് അങ്ങനെ കൂടുതൽ നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലെന്ന് അറിയാം. എങ്കിലും മാക്സിമം നമ്മൾ പ്ലാസ്റ്റിക് ഒഴിവാക്കുക, അതാണ് ഏറ്റവും നല്ല കാര്യം. പിന്നെ വ്യായാമം ചെയ്യുക, വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക, വിറക് കൊത്തുക, നല്ല രീതിയിലുള്ള കായികമായിട്ട് നിങ്ങൾ ജോലി ചെയ്യുക. അതായത് വെയിറ്റ് ട്രെയിനിങ് ചെയ്യുക. ഞാൻ ജിം റാറ്റ് ആവണമെന്ന് ഞാൻ പറയുന്നില്ല. വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നത് നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ ഹാവിങ് എ ഗേൾ ഫ്രണ്ട്, ഫ്ലേർട്ട് ചെയ്യുന്നത്, ഗേൾ ഫ്രണ്ട് ഉണ്ടാകുന്നത്, ഇതൊക്കെ നിങ്ങളുടെ ഉയർന്ന പുരുഷ ഹോർമോൺ, നല്ല ഏറ്റവും അട്രാക്റ്റീവ് ആയുള്ള ഗേൾസിൻ്റെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ നിങ്ങളുടെ പുരുഷ ഹോർമോൺ ഇൻക്രീസ് ആവും. അത് ഗ്യാരണ്ടി കാര്യമാണ്. അത് എനിക്ക് അനുഭവമുള്ള കാര്യമാണ്, മറ്റു പലർക്കും അനുഭവമുള്ള കാര്യമാണ്. പക്ഷേ അങ്ങനെ ഹൈ ക്വാളിറ്റി ഉള്ളൊരു പെണ്ണ് കിട്ടാനാണ് പാട്. അത് ശരിയാണ്. റെഡ് മീറ്റ് നല്ലൊരു മാർഗ്ഗമാണ്. നല്ല ഫാറ്റാണ് റെഡ് മീറ്റിലുള്ളത്. സോ റെഡ് മീറ്റ് കഴിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും റെഡ് മീറ്റ് കഴിക്കുമ്പോൾ നിങ്ങളുടെ ടെസ്റ്റോസ്റ്ററോൺ ഇൻക്രീസ് ആവും. പിന്നെ ഉറക്കം, 8 മണിക്കൂർ നല്ല സുഖനിദ്ര. നിങ്ങൾ ഡേ നന്നായിട്ട് റെഡ് മീറ്റ് കഴിക്കുക, നല്ലാണ്ട് മുട്ട കഴിക്കുക, റോഹണി കഴിക്കുക. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ എണീറ്റ് നോക്കി, നല്ല ഉന്മേഷമായിരിക്കും.